കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടപ്പെടട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ ശ്രേഷ്ഠാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയും കാലം സമീപിക്കുകയും എന്ന് കിടക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, യൗവനകാലം വേഗം തീരും എന്ന് പറയുന്നു. യൗവനകാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തും ഭയം കൂടാതെ ചെയ്യാം എന്നുള്ള ഒരു ധൈര്യമുള്ള ഒരു പ്രായം. അതുപോലെ ഏത് ആഹാരം കഴിച്ചാലും എത്രയും പെട്ടെന്ന് ദഹിക്കുന്ന ഒരു കാലം. സകലതും പുതിയതായിട്ട് ചിന്തിക്കുവാൻ ശക്തിയുള്ള, ചിന്തന ശക്തിയുള്ള ഒരു കാലം. അതേപോലെ തന്നെ തനിക്ക് എന്തും ചെയ്യാൻ ആരോഗ്യമുള്ള ഒരു കാലം. പക്ഷേ സഭാപ്രസംഗി പറയുകയാണ്, ആ യൗവനകാലം വേഗം തീരും, ആരോഗ്യം കുറഞ്ഞിടും എന്ന്. അപ്പോൾ നമുക്ക് ഈ യൗവനകാലത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം തന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിചാരിച്ചിട്ട് നാം ദൈവത്തിന് അടങ്ങി ദൈവത്തെ ഹിതപ്രകാരം ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലാസ്റ്റ് ഘട്ടമെന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു വേദനയായ ഒരു കാലമായി തീരും. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്കല്ലെങ്കിൽ ഒരു സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് യൗവനക്കാരുണ്ട്. അവർ വിചാരിക്കും, ഞാൻ ഈ യൗവനകാലത്ത് സമ്പാദിക്കുന്നിടത്തോളം സമ്പാദിച്ചിട്ട് വാർദ്ധക്യത്തിൽ ഒന്നും പറ്റത്തില്ല എന്നുള്ള കാലം വരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ആ കാലം ഒന്നും നിങ്ങൾക്ക് ശരിയായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ പ്രായത്തിൽ തന്നെ, യൗവന പ്രായത്തിൽ തന്നെ സൃഷ്ടാവിനെ വിചാരിക്കുകയും ദൈവത്തിന് വേണ്ടി എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നാം ചെയ്യുകയും ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ യൗവനം പെട്ടെന്ന് തീരും. യൗവനകാലത്ത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ആരോഗ്യമുള്ള സമയമാണ്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആ ഒരു യൗവനകാലത്തെ ശരിക്ക് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കഴിച്ചു കൂട്ടുവാൻ ദൈവം പ്രിയ മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ തലമുറകൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അപ്പാ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന യൗവനക്കാരോ ബാല്യക്കാരെത്തികളോ കർത്താവ്, ടീനേജിലിരിക്കുന്ന ആരിത് കേട്ടാലും കർത്താവെ, നിൻ്റെ മക്കൾക്ക് കർത്താവെ യൗവനകാലമെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓടിത്തീരുമെന്നുള്ള ഒരു അറിവ് അവർക്ക് കിട്ടുകയും യൗവനകാലത്ത് സൃഷ്ടാവായ നിന്നെ ഓർത്തുകൊണ്ട് കർത്താവെ, നിൻ്റെ നാമത്തിന് തൻ്റെ കഴിവുള്ളവടത്തോളം കർത്താവെ, നിൻ്റെ നാമവ്യാപ്തിക്കായി കർത്താവ് നിൻ്റെ മക്കൾ പ്രവർത്തിക്കുവാനും ഒരാത്മാവിൻ്റെ ശക്തി നിൻ്റെ മക്കൾ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ. അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ, കർത്താവ് ദാവീദിനെ, ജോസഫിനൊക്കെ നടത്തിയ അതേ ഒരു ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിൻ്റെ മക്കൾക്കും കർത്താവ് നീ കൊടുത്ത് നിൻ്റെ നാമത്തിൽ നിലനിൽപ്പാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മറുപടി തന്ന് വഴി നടത്തണമേ നല്ല പിതാവേ. ആമേൻ.